കരിക്കിട്ടില്ലടാ അന്നിട്ടില്ലേ അത് അയിമൊന്നിട്ടില്ലേ അയിമൊന്നിട്ടില്ലേ ആ മതി ആ എല്ലാരും ഒന്നും ഇടണ്ട മോനെ അതിൽ തന്നെ തേങ്ങല്ല. അതെ, തേങ്ങ ഭയങ്കര വിലയാണ്. കാരണം എന്താ തേങ്ങയില്ല, അത് തന്നെ വെളിച്ചെണ്ണക്കും തേങ്ങക്കും ഭയങ്കര വിലയില്ല ഇപ്പോൾ. പക്ഷേ എത്ര തേങ്ങക്ക് വില കൂടിയാലും തേങ്ങ എണ്ണ സമയത്ത് എനിക്കൊരു 2 ഇളനീർ എന്തായാലും നിർബന്ധമാണ്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഈ സമയം ആയപ്പോഴും തേങ്ങകളിൽ കഴിഞ്ഞു. കാരണം എന്താ തേങ്ങയില്ല, ഒരു തെങ്ങ് വന്ന് 2-3 തേങ്ങ മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. സാധാരണ തേങ്ങ ഇടാൻ വരുന്ന സമയത്ത് ഒരു വൈകുന്നേരമൊക്കെ ആകും പോകുമ്പോൾ, കാരണം അത്യാവശ്യം തേങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 തേങ്ങയിലുള്ളൂ, അതുകൊണ്ട് കയറ് 2-3 തേങ്ങ വിട്ട് പോകും, അത്രയേ ഉള്ളൂ. അവരോട് പറയുന്ന 2 ഇളനീരുണ്ട്, അത് അവർ കൊണ്ടുവരുന്നുണ്ട്. അവർ കൊണ്ടുവന്ന് അവർ തന്നെ വെട്ടി തന്നു കേട്ടോ. ഞാൻ വെട്ടാനാണ് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. നമ്മൾ സാധാരണ തേങ്ങ പൊളിക്കുന്ന പാരമ്മ ഈ ഇളനീരും കരിക്കൊന്നും പൊളിക്കാൻ പറ്റില്ല. പൊളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തേങ്ങ പൊട്ടി വെള്ളമൊക്കെ ഒലിച്ചു പോവും. ഇത് ഇളനീരാന്ന് കരുതിയിട്ടാണ് ഉമ്മ പറഞ്ഞത്. നോക്കുമ്പോൾ അത് കരിക്കായിരുന്നു. കാരണം അതിൽ യാതൊരുവിധ തേങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് കരിക്കുമല്ല ഇളനീരില്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം വളരെ നൈസായിട്ട് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, എന്നാൽ കഴിക്കാൻ മാത്രമില്ല താനും, അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഈ തേങ്ങയുടെ വെള്ളം അതുപോലെ അകത്ത് കുറച്ച് തേങ്ങ ഉണ്ട്, അതും കൂടി ജ്യൂസ് അടിക്കാനുള്ള പ്ലാനാണ്. കരിക്കിൻ്റെ വെള്ളം തരിപ്പ് പോലെയല്ലേ, പക്ഷെ ഇളനീരിൻ്റെ ആണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ പോലും നല്ല കഴിക്കാനും ടേസ്റ്റിൽ തേങ്ങയായിരിക്കും. ഇളനീരാണെങ്കിൽ ഞാൻ ഈ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കില്ല കേട്ടോ. നമ്മൾ ഇളനീരിനെ തേങ്ങ ചെത്തുമ്പോൾ ചെത്തി കളയുന്ന ഭാഗമില്ല, അതൊരു സ്പൂണാക്കിയിട്ട് അതുകൊണ്ട് കഴിക്കും കേട്ടോ. അത് ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടൊരു ഐറ്റമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനും. അങ്ങനെ 2 തേങ്ങത്തെ വെള്ളം ഞാൻ ആ കപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ കുറച്ച് തേങ്ങ ഉള്ളത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്നിൻ്റെ വായഭാഗം കുറച്ച് വലുപ്പം ചെയ്തിട്ടോ, മറ്റേത് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഞാൻ കത്തി ഉപയോഗിച്ചിട്ട് അത് വലുതാക്കിയിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ അതിന് തേങ്ങയൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളവും തേങ്ങയും റെഡി ആയിട്ടുണ്ട്. ഇനി ജ്യൂസ് അടിക്കാം. നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, ചെറുതായി കടിക്കാനൊക്കെ വേണം. അപ്പോൾ കുറച്ച് അടിക്കും വേണം, എന്നാൽ അടിക്കാതിരിക്കും വേണം, ആ ഒരു രീതിയിൽ വേണം. ഇനി ഒരു ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ആവശ്യമുള്ളൂ, അധികം ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇളനീരും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുകൊണ്ടു, നല്ല ടേസ്റ്റാണ്. ടേസ്റ്റാണ് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം അത് ഇളനീരല്ലേ. ഇത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാണ്, കുട്ടികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ ഇടുന്ന സമയത്ത് നമ്മുടെ മാതളനാരങ്ങ വീണിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നന്നായി മൂത്തിട്ടുണ്ട്. എൻ്റെ ഇതിന് മുന്നേയുള്ള വീഡിയോസ് കണ്ടവർക്കറിയാം, ഈ മാതളനാരങ്ങൻ്റെ മരവും അതിലെ കായൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം താഴെയുള്ളതൊക്കെ അത്യാവശ്യം ചെറുതായിരുന്നു, മുകളിലുള്ളത് അത്യാവശ്യം വലുതായിരുന്നു. അപ്പോൾ വലുതൊന്ന് വീണതാണ്, വലുതല്ല, ഒരു മീഡിയം സൈസാണ്. ഇതൊന്നും കൂടി ആ തൊലിഭാഗം ഒരു മഞ്ഞ കളറാവാനുണ്ട്. അപ്പോൾ അകത്ത് നല്ല റെഡിഷ് ഒരു പിങ്ക് കളറായിരിക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അല്ലികൾ മാത്രം മാറ്റിയെടുക്കാം. ഇതിനകത്ത് ഒരുപാട് കുരുണ്ട് കേട്ടോ, ചിലതിനകത്ത് അത്ര കാണാറില്ല, ഇതിനകത്ത് ഒരുപാട് കുരുക്കളുണ്ട്. ഇതിനെ ഒരുപാട് കവർ ചെയ്ത് സ്പോഞ്ച് പോലെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഓറഞ്ചൊക്കെ അല്ലേ, അതുപോലെ ഓരോ ഇതളുകളാണിത്. ഇതിൻ്റെ ആ വെള്ള ഭാഗം നമ്മുടെ വായിലായി കഴിഞ്ഞാൽ, നമ്മൾ ചുണ്ടുമായി കഴിഞ്ഞാൽ ഒരു പുളിപ്പോ ഒരു എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഇതായിരിക്കും, ഇറിറ്റേഷൻ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ആ ഇതളുകൾ മാത്രമായിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് ജ്യൂസ് അടിക്കും കേട്ടോ, ഇതിൽ പഞ്ചസാര മാത്രം ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ ഇത് അച്ചാറിടും, നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ പോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണേ. അങ്ങനെ അതിൻ്റെ പച്ച ഭാഗമല്ല പുറന്തോട് അത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഇതളായിട്ട് മാറ്റിയെടുക്കാം. ഇത് കണ്ടില്ല, നമ്മൾ സാധാരണ ഓറഞ്ചൊക്കെ തൊലിക്കുന്ന കുറച്ച് വലുപ്പമുള്ള നാരങ്ങ, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെത്തി കൊടുത്താൽ മതി, അപ്പോൾ വേഗം കിട്ടും. ഇതിൻ്റെ മേക്കിൽ വീണ്ടും ഉണ്ട് ഒരു പഞ്ഞി പോലത്തെ തൊലിയാണ്, അത് ഇതേപോലെ കളയുക. ഇനി ഇതേപോലെ തൊലിച്ചെടുത്തിട്ട് നമ്മൾ പാത്രത്തിൽ മാറ്റി, അത്രയേ ഉള്ളൂ. കണ്ടോ, ഒരുപാട് കുരുകളുണ്ട് ഇതിനകത്ത്, ചിലതിൽ 1-2 ഉണ്ടാവാറുള്ളൂ. ഇതിൻ്റെ സീഡാണത്, ഇത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതി, ഈ നാരങ്ങ ഈ തൈ ഉണ്ടാവും.
അങ്ങനെ നമ്മൾ എല്ലാം ഇതേപോലെ തൊലി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതായത് 3 അതിൻ്റെ വേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.